ഇമ്പത്തെ തേടുവോ, ശോകത്താൽ വീണിടുമോ? ലോകത്തിൻ ഇമ്പത്തെ തേടുവോ, ശോകത്താൽ വീണിടുമോ? ക്രിസ്തുവിൻ സന്നിധി ചേർന്നിടുന്നോർക്കെന്നും അത്യാനന്ദമേ. ക്രിസ്തുവിൻ സന്നിധി ചേർന്നിടുന്നോർക്കെന്നും അത്യാനന്ദമേ. സുഭാഷിതം. അപ്പോസ്തല പ്രവർത്തികൾ 8-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം വായിക്കുന്നു. നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ നേരുള്ളതല്ലായിക കൊണ്ട് ഈ കാര്യത്തിൽ നിനക്ക് പങ്കും ഓഹരിയുമില്ല. You have neither part nor portion in this matter, for your heart is not right in the sight of God. അപ്പോസ്തലന്മാരെ സഹായിക്കുന്നതിനു വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട സ്തേഫാനോസിന്റെ രക്തസാക്ഷിത്വ മരണത്തെ തുടർന്ന് സഭയ്ക്ക് വലിയ ഉപദ്രവം നേരിട്ടു. അപ്പോസ്തലന്മാർ ഒഴികെ എല്ലാവരും യഹൂദ്യ ശമരിയ ദേശങ്ങളിൽ ചിതറിപ്പോയി എന്ന് 1-ാം വാക്യത്തിൽ കാണുന്നു. സ്തേഫാനോസിനോടൊപ്പം തെരഞ്ഞെടുക്കപ്പെട്ട 7 പേരിൽ ഒരുവനായിരുന്ന ഫിലിപ്പോസ് ശമരിയ പട്ടണത്തിൽ ചെന്ന് അവരോട് ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിച്ചു. അവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു. രോഗികൾ സൗഖ്യമായി. അശുദ്ധാത്മാക്കൾ ഉറക്ക നിലവിളിച്ചുകൊണ്ട് പുറപ്പെട്ടുപോയി. അനേകം പക്ഷവാതക്കാരും മുടന്തരും സൗഖ്യം പ്രാപിച്ചു. അങ്ങനെ ആ പട്ടണത്തിൽ വളരെ സന്തോഷമുണ്ടായി എന്ന് 8-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് അന്നും ഇന്നും സന്തോഷം ലഭിക്കുന്നു. രോഗികൾ സൗഖ്യമാകുന്നു. അശുദ്ധാത്മാക്കൾ വിട്ടുപോകുന്നു. അന്ന് ശമരിയ പട്ടണത്തിൽ ശിമോൻ എന്ന പേരുള്ള ഒരു മനുഷ്യൻ ആഭിചാരം ചെയ്ത് താൻ മഹാൻ എന്ന് പറഞ്ഞ് ശമരിയ ജാതിയെ ഭ്രമിപ്പിച്ചു പോന്നു. ദൈവരാജ്യത്തെയും യേശുക്രിസ്തുവിന്റെ നാമത്തെയും കുറിച്ചുള്ള സുവിശേഷം ഫിലിപ്പോസ് അറിയിച്ചു കൊണ്ടിരുന്നു. സുവിശേഷത്തിൽ വിശ്വസിച്ച പുരുഷന്മാരും സ്ത്രീകളും സ്നാനമേറ്റു. അക്കൂട്ടത്തിൽ ആഭിചാരകനായിരുന്ന ശീമോനും വിശ്വസിച്ച് സ്നാനമേറ്റ് ഫിലിപ്പോസിനോട് ചേർന്ന് നിന്നു. വലിയ വീര്യപ്രവൃത്തികളും അടയാളങ്ങളും നടക്കുന്നത് കണ്ട് ഭ്രമിച്ചു എന്ന് 13-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു. എന്നിരുന്നാലും പത്രോസും യോഹന്നാനും ശമരിയയിലെത്തിയപ്പോൾ പുതിയ വിശ്വാസികൾക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കണമെന്ന് അവർ പ്രാർത്ഥിച്ചു. അപ്പോസ്തലന്മാർ വിശ്വാസികളുടെ മേൽ കൈവച്ചപ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചു. മുൻപ് നാം പരാമർശിച്ച ശീമോൻ ഇത് കണ്ടിട്ട് ദ്രവ്യം കൊണ്ടുവന്ന് താൻ ഒരുത്തന്റെ മേൽ കൈവച്ചാൽ അവന് പരിശുദ്ധാത്മാവ് ലഭിപ്പാൻ തക്കവണ്ണം ഈ അധികാരം തനിക്ക് നൽകണമെന്ന് അപ്പോസ്തലന്മാരോട് പറഞ്ഞു. അതിന് പത്രോസ് പ്രതികരിച്ച വാചകങ്ങളാണ് നാം കുറിവാക്യമായി വായിച്ചത്. ഈ ശിമോൻ സ്നാനപ്പെട്ടവരുടെ കൂട്ടത്തിലായിരുന്നു എങ്കിലും അവന്റെ ഹൃദയം ദൈവസന്നിധിയിൽ നേരുള്ളതല്ലായിരുന്നു. യഥാർത്ഥമായ ഒരു മാനസാന്തരം അവൻ ഉണ്ടായിരുന്നില്ല. പരിശുദ്ധാത്മാവിന്റെ മുൻപിൽ അവന്റെ കപടഭക്തി വെളിവായി വന്നു. ഈ കാര്യത്തിൽ നിനക്ക് പങ്കും ഓഹരിയുമില്ല എന്ന് പത്രോസ് ശീമോനോട് പറയുമ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്വാസത്തിന്റെ ബാഹ്യ പ്രകടനമോ അല്ലെങ്കിൽ മതപരമായ ആചാരങ്ങളോടുള്ള അനുസരണമോ യാതൊന്നും വിലപ്പോവുകയില്ല എന്ന് വെളിപ്പെടുത്തുന്നു. ഹൃദയം ഒരു വ്യക്തിയുടെ ചിന്തകളെയും വികാരങ്ങളെയും ആഗ്രഹങ്ങളെയും ഉൾക്കൊള്ളുന്ന ആന്തരിക അസ്തിത്വമാണ്. ഇവിടെ ശിമോന്റെ ഉദ്ദേശം വേറെയായിരുന്നു. യേശു കർത്താവ് പഠിപ്പിച്ചത് നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണമെന്നാണ്. യഥാർത്ഥമായ മാനസാന്തരവും അതുതന്നെ. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്ന ഒരു വ്യക്തിയിൽ കർത്തൃത്വം നടത്തേണ്ടത് കർത്താവാകുന്നു. വിശ്വാസത്തിന്റെ സ്വഭാവം, കപടഭക്തിയുടെ അപകടങ്ങൾ, ദൈവത്തോടുള്ള യഥാർത്ഥ ഭക്തിയുടെ ആവശ്യകത എന്നീ ആഴമേറിയ വസ്തുതകൾ നാം വായിച്ച വാക്യത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. സകലവും അവന്റെ കണ്ണിന് നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത്. പ്രാർത്ഥിക്കാം. കരുണയുള്ള പിതാവേ, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണുമെന്നാണല്ലോ അവിടുന്ന് പറഞ്ഞത്. ഹൃദയശുദ്ധിയോടെ ജീവിപ്പാൻ
അവിടുന്ന് കൃപ ചെയ്യണമേ എന്ന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ. ആമേൻ.